നമസ്കാരം. ഇന്ന് ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഐഫോണുകൾ. ഐഫോണിൻ്റെ സുരക്ഷിതത്വവും അതിൻ്റെ ഒരുപാട് പ്രത്യേകതകളും അതുല്യമായ അതിൻ്റെ രൂപകൽപ്പനയും ഒക്കെ തന്നെ ആളുകൾക്ക് അതിനോടുള്ള വല്ലാത്ത ഒരു ആകർഷണം ഉണ്ടാക്കുന്നതിന് സഹായകരമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഐഫോണിൻ്റെ ഉപജ്ഞാതാക്കളായ ആപ്പിൾ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ മൊബൈൽ ഫോണുകൾ, തങ്ങളുടെ ഐഫോണുകൾ സുരക്ഷിതമാക്കുക എന്നാണ് അവർ പറയുന്നത്. ഇതിനായി ഇറക്കിയിട്ടുള്ള പുതിയ അപ്ഡേറ്റിനെക്കുറിച്ചും വളരെ വിശദമായി തന്നെയാണ് അവർ ഉപഭോക്താക്കളെ വിവരം അറിയിക്കുന്നത്. കാരണം നേരത്തെ പലരും കരുതിയിരുന്നത് ഐഫോണുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അങ്ങേറ്റം സുരക്ഷിതമായിരിക്കുമെന്നാണ്. ഐഫോൺ ആർക്കും ഹാക്ക് ചെയ്യാൻ കഴിയുകയില്ല, ഐഫോണിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെ വളരെ സുരക്ഷിതമായിരിക്കും എന്നൊക്കെയായിരുന്നു. എന്നാൽ ഐഫോണുകളെ ഹാക്ക് ചെയ്യുന്ന തരത്തിലുള്ള സൈബർ മോഷ്ടാക്കൾ ഈ രംഗത്ത് സജീവമാണ് എന്നും അവർ കുറേ കാലങ്ങളായി തന്നെ ഐഫോൺ ഉപയോഗിക്കുന്നവരെയും കബളിപ്പിക്കുകയാണ്, അതുപോലെ ഹാക്ക് ചെയ്ത് അവരുടെ വിവിധ വിവരങ്ങൾ തട്ടിയെടുക്കുകയും സാമ്പത്തികമായി പറ്റിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന വാർത്തകൾ പുറത്തു വന്ന ഈ ഒരു സാഹചര്യത്തിൽ ഐഫോൺ ഉപയോഗിക്കുന്നവർ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഉപയോഗിച്ച് തങ്ങളുടെ മൊബൈൽ, ഈ ഒരു സന്ദർഭത്തിലാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഐഫോൺ സുരക്ഷിതമാക്കണം എന്നുള്ള നിർദ്ദേശം ആപ്പിൾ കമ്പനി മുന്നോട്ട് വച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ സമഗ്രമായ അന്വേഷണം പൂർത്തിയാകുന്നതുവരെയും അതല്ലെങ്കിൽ അതിന് തയ്യാറായുള്ള പാച്ചുകൾ തയ്യാറാക്കുന്നതുവരെയൊക്കെ തന്നെ ഇത്തരം വിവരങ്ങൾ സാധാരണഗതിയിൽ ഐഫോൺ പുറത്തുവിടുന്നത് അവരുടെ ഒരു രീതിയല്ല. എല്ലാവിധ സംവിധാനങ്ങളും, അതായത് പ്രതിരോധ സുരക്ഷാ സംവിധാനങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും അവർ അക്കാര്യം ഉപഭോക്താക്കളെ അറിയിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആപ്പിൾ ഐഫോൺ ഉപഭോക്താക്കളോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ iOS 26.2 അപ്ഡേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോണുകളെ സുരക്ഷിതമാക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. നേരത്തെ ഈ അപ്ഡേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഐഫോണുകൾ കടന്നുകൂടി ഏതാണ്ട് 20ഓളം നേരത്തെ പുതിയ സുരക്ഷാ അപ്ഡേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഐഫോണുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള 27ഓളം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ആപ്പിൾ കണ്ടുപിടിച്ചിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും നിർബന്ധമായി ഈ അപ്ഡേറ്റ് ഉപയോഗിക്കണം എന്ന് അവർ നിർദ്ദേശിക്കുന്നത്. പക്ഷേ അവരൊരു കാര്യം വളരെ പ്രത്യേകമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഐഫോണിൻ്റെ തന്നെ ഏതാണ്ട് 10ഓളം മോഡലുകൾ മാത്രമേ ഇത്തരത്തിലുള്ള ഈ അപ്ഡേറ്റ് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. വളരെ നേരത്തെ ഇറങ്ങിയ ഐഫോണുകളിലൊന്നും തന്നെ ഈ അപ്ഡേറ്റ് ഉപയോഗിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഐഫോൺ കൈവശമുള്ളവർ തങ്ങളുടെ കൈവശമുള്ള മോഡൽ ഏതാണെന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് ഈ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നും ഐഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അവരുടെ വെബ്സൈറ്റിലൊക്കെ തന്നെ കാര്യങ്ങൾ ലഭ്യമായിരിക്കും. അങ്ങനെ കൃത്യമായ വിവരം ലഭിച്ചതിന് ശേഷം മാത്രം തങ്ങളുടെ ഐഫോൺ ഇതിന് ഉപയുക്തമാണോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് ഇത് അപ്ഡേറ്റുകൾ ചെയ്യേണ്ടത് എന്നുമാണ് ആപ്പിൾ അറിയിക്കുന്നത്. നിങ്ങളുടെ ഐഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യം ക്ലൗഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങളുടെ ഉപകരണം ബാക്കപ്പ് ചെയ്യണമെന്നാണ് ആപ്പിളിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം. ഏതായാലും ആപ്പിളിൻ്റെ ഐഫോണുകൾ കയ്യിലുള്ളവർ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരാണെന്ന് ദയവായി തെറ്റിദ്ധരിക്കാതിരിക്കുക. ഏറ്റവും പുതിയ ഈ അപ്ഡേറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഫോൺ സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളായിരിക്കും നമ്മെ കാത്തിരിക്കുന്നത്. ഇന്ന് സൈബർ ഹാക്കിംഗ് ഉൾപ്പെടെയുള്ള ഒരുപാട് തട്ടിപ്പുകൾ അരങ്ങേറുന്ന ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള കള്ളന്മാർ ഏത് നിമിഷവും നോക്കിയിരിക്കുകയാണ് എവിടെയാണ് നുഴഞ്ഞു കയറാൻ ഒരു അവസരം ലഭിക്കുക എന്ന് നോക്കി.